ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി ഇനി എവിടെയും നൽകരുത്. പകരം പുതിയ ഡിജിറ്റൽ വെരിഫിക്കേഷൻ നിർബന്ധമാക്കും. മറ്റൊരാളുടെ ആധാർ കാർഡിന്റെ കോപ്പി എടുക്കുന്നത് വിലക്കിക്കൊണ്ട് പുതിയ നിയമം കൊണ്ടുവരുമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. പല ഘട്ടങ്ങളിലും ആവശ്യമായി വരുന്ന ആധാർ കാർഡിനെ ജീവിതത്തിൽ പലപ്പോഴും നാം കൂടെ കൊണ്ടു നടക്കാറുണ്ട്. ഹോട്ടലുകൾ, പരിപാടികളിലെ സംഘാടകർ, സമാന സ്ഥാപനങ്ങൾ എന്നിവർ ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും തടയുന്നതിനായി പുതിയ നിയമം ഉടൻ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സിഇഒയുടെ വെളിപ്പെടുത്തൽ പ്രകാരം മറ്റൊരാളുടെ ആധാർ കാർഡ് ഇനി മുതൽ ഫോട്ടോ കോപ്പി എടുത്തു വെക്കാൻ പാടില്ല. രേഖകളുടെ വെരിഫിക്കേഷൻ ഡിജിറ്റലായി നടപ്പിലാക്കുന്നതിനായുള്ള സംവിധാനങ്ങൾ വൈകാതെ എല്ലായിടത്തും കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പകരം QR കോഡ് സ്കാനിംഗ് വഴിയോ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആധാർ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ വെരിഫിക്കേഷൻ അനുവദിക്കുമെന്നാണ് UIDAയുടെ CEO ഭുവനേഷ് കുമാർ അറിയിച്ചത്. പേപ്പർ അധിഷ്ഠിത ആധാർ വെരിഫിക്കേഷൻ നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. രേഖകളുടെ വെരിഫിക്കേഷൻ ഡിജിറ്റലായി നടപ്പിലാക്കുന്നതിനായുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഉടൻ കൊണ്ടുവരും. ഹോട്ടൽ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ ലഭിക്കാൻ ആധാറിന്റെ ഫോട്ടോ കോപ്പി ആവശ്യപ്പെടാറുണ്ട്. ഇത് വ്യക്തിപരമായ വിവരങ്ങളുടെ സുരക്ഷയെയാണ് ബാധിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർന്നു പോകുമോ എന്ന് ഭയക്കുന്നവരാണ് ധാരാളം ആളുകൾ. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റൊരാളുടെ ആധാർ കാർഡ് ഫോട്ടോ കോപ്പി എടുക്കുന്ന ആളുകൾക്കും കമ്പനികൾക്കുമെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ആധാർ വെരിഫിക്കേഷനായി പുതിയ ആപ്പ് നിർമ്മിക്കുന്നതിനായുള്ള പരിശ്രമത്തിലാണ് UIDA. ഉപഭോക്താക്കളുടെ ഓരോ ഇടപാടുകളിലും ആധാറുമായി ബന്ധപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇത് വ്യക്തമാക്കും. വിമാനത്താവളങ്ങൾ, ഷോപ്പുകൾ, ഹോട്ടലുകൾ തുടങ്ങിയ പ്രായം സ്ഥിരീകരിക്കേണ്ടതായ സ്ഥലങ്ങളിലെല്ലാം ഉപഭോക്തൃ സൗഹൃദപരമായാണ് ഈ ആപ്പിന്റെ നിർമ്മാണം. 18 മാസത്തിനുള്ളിൽ ആപ്പ് പൂർണ്ണമായും ഉപഭോക്താക്കൾക്കിടയിൽ പരിചിതമാകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. സ്വന്തമായി മൊബൈൽ ഫോൺ ഇല്ലാത്ത കുടുംബാംഗങ്ങളുടെ വിവരങ്ങളും ആപ്പിൽ ഉൾപ്പെടുത്തും.